വിഷുവൊക്കെ ആയിട്ട് എല്ലാവർക്കും എത്തേനി സദ്യ ഒക്കെ അല്ലേ ഇനിയോ? നമുക്ക് നല്ല അടിപൊളി സദ്യ ഒക്കെ കിട്ടീനി കേട്ടോ വിഷു ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ലീവായി തരൂലേ വിഷു ആയതുകൊണ്ട്. ഞമ്മക്കിപ്പോൾ ലീവൊന്നും ഇല്ല കേട്ടോ വിഷു ആയിട്ടും. അല്ലെങ്കിലും ആസ്പത്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഓണം വിഷും പെരുന്നാളും ഒക്കെ കണക്ക് തന്നെ കേട്ടോ. എന്നും പണി ഉണ്ടാവും കേട്ടോ. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ ആട്ടും കൊട്ടമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരികയാണ് വേണ്ടത്. നമുക്ക് പെരുന്നാളാകുമ്പോൾ ഓലും പണിയെടുക്കും, ഓൽക്ക് ക്രിസ്മസ് ആകുമ്പോൾ നമ്മളും പണിയെടുക്കും, മറ്റോൽക്ക് ഓണാകുമ്പോൾ നമ്മൾ പണിയെടുക്കും. അച്ഛക്ക് ഇങ്ങനെ ആട്ടും കൊട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറുന്നുമ്പോൾ തന്നെ ഏകദേശം 3 മണി ആയിന് കേട്ടോ. സദ്യയൊക്കെ അതിൻ്റെതായിട്ടുള്ള മട്ടത്തിൽ വിളമ്പണം, പക്ഷേ നമുക്കത് എങ്ങനെ വിളമ്പലിനൊന്നും കൂടിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അച്ഛക്ക് ഇങ്ങനെ വിളമ്പുണ്ട്. സാധാ ചോറ് വിളമ്പണതിന് തന്നെ വിളമ്പി ഞങ്ങൾ തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനാരും കുറ്റം പറയരുത്, കാരണം ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ വിളമ്പി തിന്നലായിട്ട് അറിയുള്ളൂ. അതിൻ്റെതായിട്ടുള്ള രീതിയൊക്കെ ഉണ്ട്, അതിനെ അപമാനിക്കൊന്നും അല്ല കേട്ടോ. ഏതായിട്ടും എല്ലാ ജാതി കൂട്ടാനും ഉണ്ടായിട്ടേക്ക്. വിഷുവിനാണെങ്കിൽ എന്നും ഇല്ലാത്തൊരു തിരക്ക് കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിന് നിന്ന് തിരിയാൻ നേരമല്ലേ കേട്ടോ. അച്ഛക്കത്തെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ പടക്കം പൊട്ടണ മാതിരി കേട്ടോ. വിഷുവിന് ടോ പറഞ്ഞ് ഇങ്ങനെ പൊട്ടണ മാതിരി വരി കഴിഞ്ഞിട്ടോ പേഷ്യൻറ്റ്. അല്ലെങ്കിലും എത്തേലും ഒരു പരിപാടി ഉണ്ടാവും പച്ചയ്ക്ക് തന്നെ. എവിടുന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നേ പൊടി ഉണ്ടാവില്ല. അങ്ങനെ ചോറമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് 3 മണി ആയപ്പോഴത്തേന് ഞങ്ങൾ ചോറ് തിന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ മക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ. എല്ലാ ജാതി ചാറും ഉണ്ടായിട്ടേക്ക്. സാമ്പാർ, അച്ചാറ്, ഉപ്പേരി, കൂട്ടുകറി, അവിയൽ, തോരന്, കാളന്, മാലന്, ഓലന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജാതി ഉണ്ട് കേട്ടോ. ആ കൂടിയും കൂട്ടി കഴിച്ചാട്ട് ഒരു ടീം തിന്ന് നീച്ച് അടുത്ത ടീം ഇരുന്നിട്ടോ. തിന്നലൊക്കെ കഴിഞ്ഞ് നീച്ചുപോയി. കുറച്ച് നേരം കഴിഞ്ഞാരാണ് കേട്ടോ പായസം കുടിച്ചാൽ ഒഴിവിട്ടിയത്. അതിൻ്റെ ഇടയിൽ ഒഴിവിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും നീച്ചുപോയിട്ടോ. ഓരോരുത്തർ ബിരിൻ്റെ മറവിലൊക്കെ നിന്ന് കാണാതെ കുടിച്ചിട്ടുണ്ടായിട്ടോ. ഞാനേതായിട്ടും എൻ്റെ കുറച്ച് പേരേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കുറച്ച് ബായക്കപ്പൊരിയും പിന്നെ മറ്റേത് ഉണ്ടാവില്ലേ ശർക്കര വരട്ടിയോ അത് കൊടുത്താട്ടിൻ്റെ കുറച്ച് പാത്രത്തിലാക്കിട്ടോ. പാത്രത്തിലല്ല ഒരു ഉറയിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടോ, ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞാട്ട്. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാനും പായസം കുടിച്ചാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഇടയിൽ ഒരു തൂക്കാത്രത്തിൽ നിറച്ച് പായസം ഉണ്ടായിട്ട് വലിയൊരു തൂക്കാത്രത്തിൽ പായസം എടുക്കുകയാണ് ഗൈസ്. അവനിത് 5ാമത്തെ ഗ്ലാസ്സാണ് കുടിക്കാൻ പോകുന്നത്. ഗ്ലാസ് നിറഞ്ഞു, എന്നിട്ട് അവൻ ഒഴിക്കാൻ പറ്റാണ്ട് വന്നിട്ട് ഗൈസ് അവൻ പൊതിഞ്ഞൊരു ലോഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുത്തു ഗൈസ്. എന്നിട്ട് പിന്നെയും അവൻ ഇതിനകത്തുന്നതാ മാറ്റി തിന്നുന്നു ഗൈസ്. നിങ്ങളിത് കാണും ഗൈസ്. അവൻ 5.5 ഗ്ലാസ് പായസമാണ് കുടിക്കുന്നത് ഗൈസ്. അതാ ഗൈസ് അവൻ അണ്ടിപ്പരിപ്പ് മാത്രം പെറുക്കെടുക്കുന്നു ഗൈസ്. അവൻ ഉരുട്ടി പിന്നെയും അണ്ടിപ്പരിപ്പ് സേമിയ മാത്രം എടുത്തോണ്ട് പോകുന്നു ഗൈസ്. വീഡിയോയില് അണ്ടിപ്പരിപ്പ് മുന്തിരിയും സഹലുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ പായസം കുടിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് ഓരോരുത്തർ ഭയങ്കര തിരക്കിട്ട പണിയിലാട്ടോ. അപ്പോത്തിന് മോന്തിയായിട്ടോ. പിന്നെ അന്തിക്ക് പണിയുള്ളവർ വന്നപ്പോൾ നമ്മൾ വേഗം പണിയിലേക്ക് ഇറങ്ങിയിട്ടോ.